ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിക്കിമിലോട്ട് പോകുന്ന ഐറ്റിനറിയാണ്. അപ്പോൾ ഞങ്ങൾ മെയ് ടൈമിലാണ് സിക്കിമിൽ പോയത്. നമുക്ക് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് സിക്കിം നോക്കിയാൽ നവംബർ ടു മാർച്ച് വിൻ്റർ ടൈമാണ്. ആ ടൈമിൽ നമുക്ക് സ്നോ ഒക്കെ നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, നമുക്ക് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നാത്തുല പാസ്, 0 പോയിന്റ് ഇവിടെയൊക്കെ പോകുമ്പോൾ അത് ക്ലോസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഡിസംബർ ടു ഫെബ് കുറച്ച് റിസ്ക്കിയാണ് പോകുന്നത്. അതർവൈസ് നവംബർ ടു മാർച്ചാണ് നമുക്ക് വിൻ്റർ ടൈമിൽ പോകാൻ പറ്റുന്നത്. സമ്മർ ടൈമിൽ ഏപ്രിൽ ടു ഒക്ടോബർ ആണ്. ജൂൺ ടു സെപ്റ്റംബർ ടൈമിൽ പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബിക്കോസ് ഇത് ഇങ്ങനെ ഒരു മൗണ്ടെയിൻസ് ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ലാൻഡ് സ്ലൈഡും അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരും. അതുകൊണ്ട് ജൂൺ ടു സെപ്റ്റംബർ നമ്മുടെ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ എങ്ങനെ എത്തിപ്പെടാമെന്ന് നോക്കിയാൽ 2 രീതിയുണ്ട്. ഒന്ന് ട്രെയിനിൽ പോകാം, അല്ലെങ്കിൽ ഫ്ലൈറ്റിന് പോകാം. അപ്പം ട്രെയിനിന് പോവുകയാണെങ്കിൽ NJP റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നത്. ഇതൊക്കെ വെസ്റ്റ് ബംഗാളിലാണ്, അല്ലാതെ നമുക്ക് സിക്കിമിൽ ഡയറക്റ്റായിട്ട് എത്തിപ്പെടത്തില്ല. NJP സ്റ്റേഷനിൽ ഇറങ്ങാം, അല്ലെങ്കിൽ എയർപോർട്ടാണെങ്കിൽ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ ഇറങ്ങാം. ഞങ്ങൾ പോയത് ട്രെയിനിനായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഓൾമോസ്റ്റ് ഒരു 5:30 ആയപ്പം 5:30 AM എത്തുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ നമുക്ക് ഐറ്റിനറിയിലോട്ട് പോകാം. ഡേ 1 നമ്മൾ റീച്ചിങ് ഗാങ്ടോക്ക് ആണ്. നമ്മൾ ഗാങ്ടോക്കിലോട്ട് എത്തുന്നത് NJP അല്ലെങ്കിൽ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്ന് ഗാങ്ടോക്കിൽ എത്താൻ, ഗാങ്ടോക്ക് എന്ന് പറയുന്നത് സിക്കിമിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. 120 കിലോമീറ്റേഴ്സ്, അതായത് ഓൾമോസ്റ്റ് 5 to 6 hours എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 5:30 ഇറങ്ങിയിട്ട് 11:30 ആയി, രാവിലെ 11:30 ആയി ഞങ്ങൾ ഗാങ്ടോക്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അവിടുന്ന് ഷെയർ ടാക്സി എടുക്കാം. NJP റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ഷെയർ ടാക്സീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഷെയർ ടാക്സി എടുത്ത് പോകാം. അല്ലെങ്കിൽ ഓൾറെഡി നമുക്കൊരു ക്യാബ് ബുക്ക് ചെയ്ത് വെച്ചിട്ട് ക്യാബിന് പോകാൻ പറ്റും, എങ്ങനെയാണെങ്കിലും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അന്ന് ഒരു 11:30 ആയി, ഞങ്ങൾ ആ ഒരു ടൈമിൽ എത്തിയത് കൊണ്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് ലഞ്ച് കഴിച്ചിട്ട് ഈവനിങ് ഞങ്ങൾക്ക് അവിടെയൊക്കെ ഒന്ന് ഗാങ്ടോക്ക് സിറ്റി ഒക്കെ കാണാനുള്ള ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ ടൈം ഇല്ലാത്തവർ അന്ന് ഗാങ്ടോക്കിൽ റെസ്റ്റ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ തൊട്ട് ട്രാവൽ തുടങ്ങാം. അപ്പോൾ അന്ന് ഞങ്ങൾ പോയ സ്ഥലങ്ങൾ ഗണേഷ് ചോക്ക്, ഹനുമാൻ തോക്ക്, താഷി വ്യൂ പോയിന്റ്. ഈ താഷി വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് കാഞ്ചൻജംഗ വ്യൂ കാണാൻ പറ്റും. ബക്താങ് വാട്ടർഫോൾസ്, പ്ലാന്റ് കൺസർവേറ്ററി, ഗഞ്ചൻ മൊനാസ്ട്രി, റോപ്പ് വേ, ഇതൊക്കെ അവിടെയുണ്ട്. ഞങ്ങൾ റോപ്പ് വേയിൽ പോയില്ല, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പ്ലേസസും കവർ ചെയ്തിരുന്നു. അപ്പം ഡേ 2 നമുക്ക് നാത്തുല പാസ് പോവാം. നാത്തുല പാസ്, അത് കഴിഞ്ഞ് ചാങ്കു ലേക്ക് അല്ലെങ്കിൽ സോക്മോ ലേക്ക്, അവിടെ നമുക്ക് യാക്ക് സഫാരി ഒക്കെ ചെയ്യാം. പിന്നെ ബാബ മന്ദിർ. ഇത് 3 സ്ഥലങ്ങളാണ് നമ്മൾ ഡേ 2 പോകുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാത്തുല പാസ് ട്യൂസ്ഡേയ്സിൽ ക്ലോസ്ഡ് ആണ്. അതുകൂടാതെ നാത്തുല പാസിന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ എൻട്രി ചെയ്യാനുള്ള എൻട്രി പാസ് ഓൾറെഡി എടുത്തു വെച്ചിരിക്കണം തലേന്ന് തന്നെ. അന്ന് രാവിലെ പോയാൽ നമുക്ക് പാസ് കിട്ടത്തില്ല. നമ്മളൊരു ക്യാബ് വിളിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ആ ക്യാബ് ഡ്രൈവർ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അപ്പോൾ ഞങ്ങൾ ഒരു മോർണിംഗ് 9 AM ഇറങ്ങിയത്. പക്ഷെ ഞങ്ങളുടെ അൺഫോർച്ചുനേറ്റ്ലി അന്ന് നാത്തുല പാസ് അന്ന് രാവിലെ ക്ലോസ്ഡ് ആയിരുന്നു. എന്തോ ഒരു മീറ്റിംഗ് കാരണം ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ചാങ്കു ലേക്കും പോകുന്ന വഴിക്ക് തന്നെയാണ് ചാങ്കു ലേക്ക്. അവിടെ യാക്ക് സഫാരി ഒക്കെ ചെയ്യാൻ യാക്കിനെയൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നല്ല മനോഹരമായിട്ടൊരു ലേക്കാണത്. അത് കാണാം. അത് സീ ലെവലിൽ നിന്ന് 12,313 feet മുകളിലുള്ള ഒരു ലേക്കാണ്. വിൻ്റർ സമയത്ത് പോയാലായിരിക്കും അത് കൂടുതൽ ഭംഗി, കാരണം സ്നോ കവേർഡായിട്ട് ലേക്കാണെങ്കിലും മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ലേക്കായിട്ട് വളരെ ഭംഗിയുള്ള ഒരു ലേക്കാണ്. പിന്നെ ബാബ മന്ദിർ എന്ന് പറയുന്ന ഒരു സോൾജിയറിൻ്റെ ഒരു പേരിലുള്ളൊരു മന്ദിറാണ്. അതും നമുക്ക് ജസ്റ്റ് കാണാം. ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ നാത്തുല പാസ് പോകാനില്ലാഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഉച്ചയായപ്പോൾ തന്നെ ഞങ്ങൾ ഗാങ്ടോക്കിൽ തിരിച്ചെത്തി. ഞങ്ങൾ തിരിച്ചു വന്ന ഗാങ്ടോക്കിൽ നിന്നാണ് ലഞ്ച് കഴിച്ചത്.
അത് പിന്നെ ഈവനിങ് അവിടെ നിങ്ങൾക്ക് ഗാങ്ടോക്കിൽ തന്നെ MG മാർഗ് എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി മാർക്കറ്റ് ഉണ്ട്. അത് വളരെ നല്ലൊരു മാർക്കറ്റാണ്, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അവിടെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. അന്ന് ഈവനിങ്ങോ അല്ലെങ്കിൽ ഡേ 1 ടൈം ഉണ്ടെങ്കിൽ അന്ന് വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഡേ 3 എന്ന് പറയുന്നത് ഗാങ്ടോക്ക് ടു ലാച്ചുങ്. അതൊരു ഇച്ചിരി ഹെക്ടിക് ജേർണിയാണ്. ഞങ്ങൾ മോർണിംഗ് ഒരു 9 AM ഇറങ്ങിയത്. ഇത് ലാസ്റ്റ് ഇയറിലെ ഫ്ലഡ് കാരണം റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഞങ്ങൾ പോയത് 2024 മെയ്യിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് റോഡ് ഭയങ്കര മോശമായിരുന്നു. ഞങ്ങൾ മോർണിംഗ് ഒരു 9 AM ഇറങ്ങിയെങ്കിലും ലാച്ചുങ് എത്താൻ വൈകിട്ട് 6 മണിയായി. ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾ ബട്ടർഫ്ലൈ ഫോൾസും ബുംനാല ഫോൾസും കണ്ടിരുന്നു. ഞാൻ ഈ ട്രിപ്പ് പോകുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് ഐറ്റിനറീസും ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പം ഇതിലും കുറേ വാട്ടർഫോൾസ് അതിലെല്ലാം പറയുന്നുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മളെന്താ കാണാനെന്ന്. ആ ഫ്ലഡിൻ്റെ സമയത്ത് യൂഷ്വലി അന്നൊക്കെ, അതായത് ഈ വേറെ വീഡിയോസൊക്കെ ഇട്ടിരുന്ന ആൾക്കാർ പോയിരുന്ന ടൈമിലത്തെ റോഡല്ല ഞങ്ങൾ പോയിരുന്നത്. ഇവർ വേറൊരു റോഡ് ഇപ്പുറത്ത്, കാരണം നമ്മൾ പോകുന്ന റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റേ റോഡ് നമുക്ക് കാണാൻ പറ്റും, വേറൊരു മലയിൽ. അപ്പം ആ സൈഡിൽ കൂടെ പോകുമ്പോഴാണ് കൂടുതൽ വാട്ടർഫോൾസ് കാണാൻ പറ്റുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഓൾമോസ്റ്റ് 1 വർഷമായിട്ട് ഈ റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആകെ ഈ 2 വാട്ടർഫോൾസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നാഗാ ഫോൾസ് എന്നൊക്കെ പറഞ്ഞ് വേറെ ഫോൾസ് ഞാനിങ്ങനെ കേട്ടിരുന്നു, പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ അന്നത്തെ നമ്മുടെ ഐറ്റിനറി എന്ന് പറയുന്നത് ആകെ ലാച്ചുങ്ങിൽ എത്തുക എന്നുള്ളതേ ഉള്ളൂ. അതുകൂടാതെ ലാച്ചിൻ എന്നുള്ള സ്ഥലം, അവിടെ ഗുരുദോമർ ലേക്കും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വീഡിയോസിലൊക്കെ. അവിടെ ഒന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. ആ റോഡൊക്കെ ക്ലോസ്ഡ് ആണ്. ഫ്ലഡിന് ശേഷം ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ട് അതെല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പം നമുക്ക് അന്നത്തെ സ്റ്റേ ലാച്ചുങ്ങിൽ തന്നെയാണ്. അന്ന് ലാച്ചുങ്ങിൽ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് രാവിലെ 7 മണിക്ക് തന്നെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അവിടുന്ന് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് യുംതാങ് വാലിയിലോട്ടാണ്. ലാച്ചുങ്ങിൽ നിന്ന് ഫസ്റ്റ് പോകുന്നത് യുംതാങ് വാലിയിലോട്ടാണ്. യുംതാങ് വാലി പോകുന്ന വഴി ഭയങ്കര ഭംഗിയുള്ള വഴിയാണ്. നമ്മൾ വിൻ്റർ സമയത്ത് പോകുവാണെങ്കിൽ ഈ പോകുന്ന വഴി ഫുൾ സ്നോ ആയിരിക്കും. ഞങ്ങൾ മെയ് ടൈമിലാണ് പോയതുകൊണ്ട് സ്നോ അല്ല, മൊത്തം ഫ്ലവേഴ്സ് ആയിരുന്നു. ഈ പോകുന്ന വഴി മൊത്തം റോഡൻട്രോൺ ഫ്ലവേഴ്സും പിന്നെ ചെറിയ വയലറ്റ് ലാവൻഡർ കളേർഡ് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു യാത്രയായിരുന്നത്. അതുകൂടാതെ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് മഞ്ഞ് മൂടിയ മലകളൊക്കെ കാണാം. അതായത് മഞ്ഞ് മൊത്തം ഉരുകി പോയി, അത് ജസ്റ്റ് അതിൻ്റെ മുകൾ വശത്ത് മാത്രം മഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ യുംതാങ് വാലിയിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും ബൂട്ട്സോ അല്ലെങ്കിൽ സ്നോയ്ക്ക് ഇടാൻ പറ്റുന്ന എന്തെങ്കിലും ജാക്കറ്റ്സോ ഒക്കെ അവിടെ വാങ്ങിക്കാനുള്ള സ്റ്റോളുണ്ട്. എനിക്ക് തോന്നുന്നു പെർ ബൂട്ട്സിന് 100 or 200 ആയിരുന്നു അവർ ചാർജ് ചെയ്തത്. അല്ലെങ്കിൽ ജാക്കറ്റ്സും അതുപോലെ ചെറിയ എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റ്സ്, ബ്രെഡ് ഓംലെറ്റ്, മാഗി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് കഴിക്കാൻ പറ്റും. ഞങ്ങൾ ആക്ച്വലി യുംതാങ് വാലിയിൽ ഇറങ്ങിയില്ല, സ്ട്രെയിറ്റ് 0 പോയിന്റിലോട്ടാണ് പോയത്. തിരിച്ചു വരുമ്പോഴായിരുന്നു യുംതാങ് വാലിയിൽ ഇറങ്ങിയത്. അപ്പോൾ 0 പോയിന്റ് യൂഷ്വലി എല്ലാ ക്യാബ് ആൾക്കാരും എക്സ്ട്രാ ചാർജ് ചെയ്യാറുണ്ട്. 3.5 തൊട്ട് 4000 വരെ, 3500 തൊട്ട് 4000 വരെ എക്സ്ട്രാ പൈസ കൊടുക്കണം 0 പോയിന്റിലോട്ട് പോകാൻ. 0 പോയിന്റ് നമുക്ക് അവിടെ മാത്രമേ ഞങ്ങൾ പോയപ്പോൾ സ്നോ ഉണ്ടായിരുന്നുള്ളൂ. മെയ് സമയത്ത് പോയപ്പോൾ അവിടെ നമുക്ക് നല്ല സ്നോയും അവിടെ കുറച്ച് സ്ലൈഡ് ചെയ്യാനും ഒക്കെ പറ്റും. നമുക്ക് അവിടെ കുറച്ച് എൻജോയ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ തിരിച്ച് യുംതാങ് വാലിയിലോട്ട് പോവാണ്. യുംതാങ് വാലിയിൽ അന്നേരമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ യാക്ക് സഫാരി ചെയ്യാം. പിന്നെ ഒരു യാക്കിനെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ മുകളിൽ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് വൈകിട്ട് തന്നെയാണ് ഗാങ്ടോക്കിലോട്ട് പോകുന്നത്. അപ്പോൾ അതൊരു ഇച്ചിരി ഹെക്ടിക് യാത്രയാണ്. വഴി ഭയങ്കര മോശമായിരുന്നു. ഞങ്ങൾ അന്നേരം പോയ വഴി ഈ മുന്നേ ഞാൻ പറഞ്ഞല്ലോ
ഒരു വർഷം മുന്നേ ഫ്ലഡിന് മുന്നേ ഉള്ള വഴി അത് വളരെ മോശമുള്ള വഴിയായിരുന്നു. ആ വഴിയാണ് അന്നേരം പോയത്. അന്നേരം അതോറിറ്റീസ് അതുവഴിയാണ് കടത്തി വിട്ടേന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നാഗാ ഫോൾസിൻ്റെ ഒക്കെ മുന്നിൽ കൂടെ പക്ഷേ ഞങ്ങൾക്ക് ആ ഫോൾസ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്ര മോശമായിരുന്നു വഴി. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കുറച്ചുകൂടെ വേഗം എത്തി. ഈ റോഡിൽ കൂടെ പോകുമ്പോഴാണ് കുറച്ചുകൂടെ വേഗം എത്തുക. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 o'clock ആയപ്പോൾ ഞങ്ങൾ ഗാങ്ടോക്കിലെത്തി. ഓക്കെ, എൻ്റെ ഇതൊരു 6 day ട്രിപ്പായിരുന്നു. ഒരുപാട് ദിവസം ഉള്ളവർക്ക് ഇനിയും പെല്ലിങ്ങും അല്ലെ ഡാർജിലിങ്ങും ഒക്കെ പോകാൻ പറ്റും, സൗത്ത് സിക്കിമിലോട്ടും ഒക്കെ പോകാൻ പറ്റും. അപ്പം എൻ്റേത് ഞാൻ ലാസ്റ്റ് ഡേ ഗാങ്ടോക്ക് സിറ്റി മാത്രമാണ് ചൂസ് ചെയ്തത്. അവിടെ ഞങ്ങളൊരു സ്കൂട്ടർ റെൻറ്റിന് എടുക്കാം നമുക്ക്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 800 ആണ് പെർ ഡേ സ്കൂട്ടർ റെൻറ്റിന് എടുത്തത്. അത് കഴിഞ്ഞ് നമുക്കന്ന് രാവിലെ ഇച്ചിരി ലേറ്റ് ആയിട്ട് എണീറ്റ് ഒരു റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ കാണാൻ പോയി. എൻജെ മൊണാസ്ട്രി, ഒരു ടിബറ്റോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ഈ പറഞ്ഞ എം ജി മാർഗ് വളരെ നല്ലൊരു മാർക്കറ്റാണ്. കാണാനാണെങ്കിൽ ഒരുപാട് ഷോപ്സ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു ബേക്കേഴ്സ് കഫേ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കുറേ സ്വീറ്റ്സ്, ആപ്പിൾ ക്രംബിളൊക്കെ കഴിച്ചതൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. അങ്ങനെ അന്നൊരു റിലാക്സ് ഡേ ആയിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ച് മോർണിംഗ് തന്നെ തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്തോട്ട് പോകുന്നു. സ്റ്റേയുടെ കാര്യം, ഡബിൾ റൂമിന് 1600 to എബോവ് എത്ര റേഞ്ച് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഗാങ്ടോക്കിൽ. നമ്മൾ ഏത് സ്ഥലത്ത് പോകുമ്പോഴും തിരിച്ച് ഗാങ്ടോക്കിൽ തന്നെയാണ് വന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് നാത്തുല പാസ് ട്യൂസ്ഡേയ്സ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഐറ്റിനറി പ്ലാൻ ചെയ്യുക. അതല്ലാതെ ഒരു ഗാങ്ടോക്കിൽ തന്നെ ഒരു ക്യാബ് ഇതിനെല്ലാത്തിനും കൂടെ ബുക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ക്യാബിന് 30,000 to മേളിലോട്ട് വരും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ വെഹിക്കിൾ യു ചൂസ്. ബിക്കോസ് ഇന്നോവയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടിയാണെങ്കിൽ കുറച്ചുകൂടെ പൈസ മുകളിലോട്ടായിരിക്കും. പിന്നെ ഷെയർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ ഷെയർ ചെയ്ത് എടുക്കാം, അപ്പം കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സിക്കിം ഐറ്റിനറി. ഓക്കെ, താങ്ക് യു.